സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു ചെയ്തിരുന്നത്. 3-4 എപ്പിസോഡിൽ മരണത്തിന് ശേഷം സ്വർഗത്തിലുള്ള അവസ്ഥയെക്കുറിച്ചും സ്വർഗത്തിലുള്ള ജീവിതത്തെക്കുറിച്ചും അവിടെ എങ്ങനെയാണ് ആളുകളായിരിക്കുന്നതും ഒക്കെ നമ്മൾ പറഞ്ഞു. എന്നാൽ നരകവും അതിന് വേറൊരു സെക്ടറിലുള്ള കാര്യമാണല്ലോ, അതും നമ്മൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ഈ തരുണത്തിൽ ഓർക്കുകയാണ്. ഈ മോശമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ പറയുന്ന ആർക്കും ഇഷ്ടമല്ല. നരകത്തെക്കുറിച്ച് ആരും പ്രസംഗിക്കാറ് പോലുമില്ല. കാരണം നരകം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടോ, ഉണ്ടെങ്കിൽ എവിടെയാണ്, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ പലരും ചിന്തിക്കുന്നത് നരകം ഈ ഭൂമിയിൽ തന്നെയാണ്, സ്വർഗവും നരകമൊക്കെ ഭൂമിയിലാണ് എന്നൊക്കെയുള്ള ചിന്തകൾ ഇന്ന് പൊതുവേ ജനങ്ങളുടെ മധ്യത്തിലുണ്ട്. എന്നാൽ നരകത്തെക്കുറിച്ച് നമ്മൾ ആധികാരികമായിട്ട് നോക്കാനായിട്ട് നമ്മൾ നോക്കിയാൽ അത് സ്ക്രിപ്ചറിൽ നിന്ന്, തിരുവെഴുത്തിൽ നിന്ന് മാത്രമേ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ആശയങ്ങൾ നമുക്ക് കിട്ടുള്ളൂ. ബൈബിളിൽ അതിനെക്കുറിച്ച് ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ആരാണ് അങ്ങോട്ട് പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. യേശുവിൻ്റെ ദൗത്യത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ ചിന്തിച്ചാണ്. എന്നാൽ യേശു വന്നത് പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാനാണ്. യേശുവാണ് നരകത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. പുതിയ നിയമത്തിലെ 260 അധ്യായം ഉള്ളതിനകത്ത് 234 അധ്യായത്തിലും ന്യായവിധിയെക്കുറിച്ചോ നരകത്തെക്കുറിച്ചോ പറയുന്നുണ്ട്. 234 വാണിംഗ് തന്നിട്ടുണ്ട് പുതിയ നിയമത്തിൽ നിന്ന്. അന്നേരം ഓരോ അധ്യായത്തിനകത്തും എടുത്തു നോക്കിയാൽ ഏതെങ്കിലും രീതിയിലൊരു ന്യായവിധിയെക്കുറിച്ചോ അല്ലെങ്കിൽ നരകത്തെക്കുറിച്ചോ പൈശാചിക പിടിയിൽ നിന്ന് വിടുവിക്കപ്പെടേണ്ട ആവശ്യത്തെക്കുറിച്ചോ ഒക്കെയുള്ള വാണിങ്ങുകൾ നമ്മൾ തന്നിട്ടുണ്ട്. പുതിയ നിയമം മാത്രമായിട്ട് എടുത്താൽ ഹെൽ എന്ന് പറഞ്ഞൊരു വാക്ക് തന്നെ 54 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് പുതിയ നിയമത്തിൽ. നരകം, കത്തുന്ന തീച്ചൂള, ഇരുട്ടുള്ള സ്ഥലം, നിത്യാഗ്നി, നിത്യദണ്ഡനം, യാതനാസ്ഥലം, ഇങ്ങനെയൊക്കെയുള്ള പേരുകളിലാണ് പല സ്ഥലങ്ങളിലും ഇത് കാണിച്ചിരിക്കുന്നത്. എന്നാൽ യേശു ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്ന, നരകത്തെക്കുറിച്ച് യൂസ് ചെയ്തിരിക്കുന്ന ഒരു വേർഡാണ് ഗഹന്ന എന്ന് പറയുന്നത്. അല്ലാതെ ഗഹന്ന എന്ന് പറയുന്ന വാക്ക് തന്നെ 12 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ 11 പ്രാവശ്യവും യേശുവാണത് പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രാവശ്യമാണ് പത്രോസിൻ്റെ ലേഖനത്തിൽ അതിനെക്കുറിച്ച് പറയുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞാണ് കർത്താവ് വായ് തുറക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ വായ് തുറക്കുന്നത് സ്വർഗത്തെ പറ്റിയാണെങ്കിൽ അതിൽ 21-ാം അധ്യായത്തിൽ വായ് അടയ്ക്കുന്നത് എന്ന് പറഞ്ഞാൽ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നത് നരകത്തെ പറ്റി പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത്. ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ നമ്മൾ ഈ ഹെല്ലിനെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ എ പ്ലേസ് ഓഫ് ഈവിൾ ആൻഡ് സഫറിങ് വെയർ വിക്കഡ് പീപ്പിൾ ആർ സെൻഡ് ആഫ്റ്റർ ഡെത്ത് എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. എ പ്ലേസ് ഓഫ് ഈവിൾ ആൻഡ് സഫറിങ് വെയർ വിക്കഡ് പീപ്പിൾ ആർ സെൻഡ് ആഫ്റ്റർ ഡെത്ത് എന്നുള്ളത്. ഇതിലേക്കുള്ള വഴി വലുതും പോകുന്നവർ അനേകരും ആകുന്നു. 25:46 പറയുന്നത് ഇവർ നിത്യദണ്ഡനത്തിലേക്ക് പോകുന്നു, നിത്യ അഗ്നിയാണ് എന്ന് പറയുന്നു. കെടാത്ത തീയും ചാകാത്ത പുഴുവും ഉണ്ടെന്ന് വചനം പറയുന്നു. യെശയ്യാവ് 30:33 ദുഷ്ടന്മാരുടെ അവസാന സ്ഥലമാണ് നരകം എന്ന് പറയും. ഹെൽ എന്ന പദത്തിൻ്റെ അർത്ഥം മൂടുക, മറയ്ക്കുക, ഒളിക്കുക എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം വന്നിരിക്കുന്നത്. പാതാളം എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് പാതാളം എന്നുള്ള വേർഡ് ഹിബ്രുവിലെ ഷിയോൾ എന്നും ഗ്രീക്കിലെ ഹെയ്ഡ്സ് എന്നുമാണ് യൂസ് ചെയ്യുന്നത്. ഹാഡിസ് എന്നും ഹെയ്ഡ്സ് എന്നും ഒക്കെ പറയാം. അങ്ങനെയാണത് യൂസ് ചെയ്യുന്നത്. ഹിബ്രുവിലെ ഷിയോൾ എന്നാണ്. അതുപോലെ പിറ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്, ഗ്രേവ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഈ പാതാളത്തെക്കുറിച്ച് ബൈബിളിൽ റെഫർ ചെയ്യുന്നതിനകത്ത് എല്ലാം പറയുന്നുണ്ട്. ഷിയോൾ എന്ന് 65 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് ബൈബിൾ പണ്ഡിതന്മാരിതിൽ പറയുന്നത്. അതുപോലെ മരണശേഷം ഉള്ള അവസ്ഥയിൽ കൂടുതലും ഗ്രേവ് എന്നുള്ള വേർഡ് അതിനുവേണ്ടി യൂസ് ചെയ്തിരിക്കുന്നതാണ്. 31 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ ഇതിനകത്ത് മനസ്സിലാവും. ക്രിസ്തുവിൻ്റെ മരണം, പുനരുത്ഥാനം, സ്വർഗാരോഹണം എന്നുള്ള യേശുക്രിസ്തു കടന്നുപോയിരിക്കുന്ന മരണം, പുനരുത്ഥാനം, സ്വർഗാരോഹണം എന്നിവയുമായി ബന്ധപ്പെട്ടാണ് തിരുവെഴുത്തിലധികവും പാതാളത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്താ കാര്യം എന്ന് വെച്ചാൽ യേശുക്രിസ്തു
എല്ലാത്തിൻ്റെയും കൺട്രോളിലുള്ള ആളായിരുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും എല്ലാം താക്കോല് കർത്താവിൻ്റെ കയ്യിലായി. അതുകൊണ്ട് അവൻ സർവശക്തനായിട്ടുള്ള ദൈവമാണ്. അവൻ ഇതിൽ കൂടിയൊക്കെ കടന്നു പോയപ്പോഴേ, പാതാളത്തിൽ കൂടി കടന്നുപോയി എന്നുള്ളൊരു വേർഡാണ് പലപ്പോഴും യൂസ് ചെയ്തിരിക്കുന്നത്. 1-2 വാക്യങ്ങൾ ഈ തരണത്തിൽ വായിച്ച് കേൾപ്പിക്കാം. സങ്കീർത്തനം 41:15. എങ്കിലും എൻ്റെ പ്രാണനെ ദൈവം പാതാളത്തിൻ്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കും, അവൻ എന്നെ കൈക്കൊള്ളും. പാതാളത്തിന് അന്നേരം ഒരു അധികാരമുണ്ട്. പാതാളത്തിൻ്റെ അധികാരം. ഗോഡ് വിൽ റിഡീം മൈ സോൾ ഫ്രം ദ പവർ ഓഫ് ഗ്രേവ്. ഇംഗ്ലീഷിലെ ഗ്രേവ് എന്നാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. റോമർ 10:7 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റണമെന്ന് വിചാരിച്ച് ആർ പാതാളത്തിൽ ഇറങ്ങുമെന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത്. ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റണം എന്ന് വിചാരിച്ച് ആർ പാതാളത്തിൽ ഇറങ്ങും എന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത്. ഇംഗ്ലീഷിലെ ഹൂ ഷാൽ ഡിസെൻഡ് ഇൻ ടു ഡീപ്പ്. ഡീപ്പ് എന്നുള്ളൊരു വേർഡാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. മലയാളത്തിലെ പാതാളത്തിൽ ഇറങ്ങുന്നു എന്ന് പറയുന്നു. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ, അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ളൊരു കുതിരയെ കണ്ടു, അതിന്മേലിരിക്കുന്നതിന് മരണം എന്ന് പേർ, പാതാളം അവനെ പിന്തുടർന്നു. യൂസ് ചെയ്തിരിക്കുന്ന വേർഡ് ഹെൽ എന്നാണ്. ഹെൽ ഫോളോഡ് ഹിം. മരണം എന്ന് പേർ, പാതാളം അവനെ പിന്തുടർന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വാക്യങ്ങൾ പാതാളത്തിന് ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഒരു ഹെല്ലുണ്ട്. അത് മനുഷ്യൻ തിന്മ ചെയ്യുന്നവൻ അല്ലെങ്കിൽ ദൈവത്തെ അറിയാത്തവൻ മരണത്തിന് ശേഷം അങ്ങോട്ടേക്ക് പോകും എന്ന് നമ്മൾ മറന്നു പോകരുത്. അതിനുവേണ്ടി ആ ഇൻട്രൊഡക്ഷനിൽ ഞാനത് പറഞ്ഞേ ഉള്ളൂ. എന്നാൽ നരകത്തിലെ യോഗ്യരായിട്ട് ആരാണുള്ളത്? നരകയോഗ്യർ ആരാണ് എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. നരകത്തിലേക്ക് ആരാണ് പോകേണ്ടത് എന്നുള്ളത് യേശുക്രിസ്തു പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന് 41-ാം വാക്യം. അവൻ ഇടത്തുള്ളവരോട് ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവേ. അപ്പോൾ പാതാളം അല്ലെങ്കിൽ നരകം ഒരുക്കിയിരിക്കുന്നത് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമാണ്. പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമാണ് ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ പിശാചും ദൂതന്മാരും ഇപ്പം പാതാളത്തിലില്ല. നമ്മൾ വിചാരിക്കും അവരൊക്കെ പാതാളത്തിലുണ്ട് എന്ന്. അവർക്ക് നരകത്തിൻ്റെ ഉദ്ഘാടനം നടന്നിട്ടില്ല. നരകത്തിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത് യേശുക്രിസ്തു മഹത്വപ്രതീക്ഷയിൽ വന്നതിന് ശേഷം, അതിനുശേഷമാണ് മൃഗത്തെയും കള്ളപ്രവാചകനെയും എല്ലാം പിടിച്ച് പാതാളത്തിലേക്ക് ഇടുന്നത്. അത് നമ്മൾ കർത്താവിൻ്റെ 2ാമത്തെ വരവുമായിട്ട് ചേർന്ന് നമ്മളത് മനസ്സിലാക്കും. അന്നാണ് അതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത്. ശരിക്കും ഇതിൻ്റെ ഉദ്ഘാടനം നടന്നിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ മരിച്ചു കഴിയുമ്പോൾ ദൈവത്തെ അറിയാതെ മരിക്കുന്നവരുടെ ആത്മാവ് ഇപ്പോൾ തന്നെ നിത്യനരകത്തിലേക്ക് പോകും, പിശാചിൻ്റെ അടിമത്തത്തിലേക്ക് അവരായിത്തീരും എന്ന് മറക്കരുത്. നരകം ഒരുക്കിയിരിക്കുന്നത് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമാണ് എന്ന് നമ്മൾ കാണുന്നു. വെളിപ്പാട് പുസ്തകം 19:20 നേരത്തെ പറഞ്ഞ കാര്യമാണ്. മൃഗത്തെയും അതിൻ്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച മൃഗത്തിൻ്റെ മുദ്രയേൽക്കുകയും അതിൻ്റെ പ്രതിമ നമസ്കരിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. അതാണ് ശരിക്കും മൃഗം, ബീസ്റ്റും അതുപോലെ കള്ളപ്രവാചകൻ, ഫാൾസ് പ്രൊഫറ്റ്, ഇവരെ 2 പേരെയും ആണ് പാതാളത്തിലേക്ക് തള്ളിയിട്ടത്. അപ്പോൾ ഈ ദൈവം എന്തിനാണ് ഈ നരകം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത് ക്ലിയറാണ്. ശരിക്കും അത് പിശാചിനും വേണ്ട ദൂതന്മാർക്കുമാണ്. അത് മനുഷ്യർക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചതല്ല. കർത്താവിനെ തിരസ്കരിക്കുന്നവർക്ക് വേറെ മാർഗമില്ല, ദൈവത്തിൻ്റെ മാർഗമില്ല. ദൈവം നീതിയുള്ള ദൈവമാണല്ലോ. അപ്പോഴേ കർത്താവിനെ തിരസ്കരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ കോപം കാണിക്കേണ്ടത് ദൈവം അവരെ നരകത്തിലേക്ക് വിട്ടുകൊണ്ടാണ് കോപം കാണിക്കേണ്ടത്, അല്ലെങ്കിൽ ദൈവം നീതിയുള്ള ദൈവമല്ല. കഴിഞ്ഞ ദിവസം ഒരാൾ സംസാരിച്ചപ്പം ഇങ്ങനെ പറയുമായിരുന്നു, ദൈവം കരുണയും നീതിയുള്ള ദൈവമാണെങ്കിൽ തെറ്റ് ചെയ്യുന്നവരെ
അവരോടങ്ങ് ക്ഷമിച്ച് അവരെയും കൂടെ അങ്ങ് സ്വർഗത്തിലേക്ക് ആക്കിക്കൂടെ എന്നുള്ള, കാരണം മനുഷ്യന് അത്രയും തിരിച്ചറിയാനുള്ള കഴിവില്ലല്ലോ എന്ന് ഇങ്ങോട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ദൈവം തൻ്റെ പ്രവാചകന്മാരിൽ കൂടിയും ദൈവത്തിൻ്റെ വചനത്തിൽ കൂടിയും യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്ന യേശുക്രിസ്തുവിൻ്റെ പ്രഭാഷണം, അവൻ്റെ നമ്മുടെ ദൈവം എഴുതപ്പെട്ട് നമുക്ക് തന്നിരിക്കുന്ന സ്ക്രിപ്ചറിൽ കൂടിയെല്ലാം ഈ കാര്യങ്ങളെല്ലാം ക്ലിയറായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം ഈ എല്ലാ കാര്യങ്ങളും സ്ക്രിപ്ചർ വഴി പറഞ്ഞു തന്നിരിക്കുന്നതുകൊണ്ട് അത് നമ്മൾ ഏറ്റെടുത്ത് അല്ലെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കിയത് അനുസരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം അനീതിയുള്ളവനാണ്, അനീതിയുള്ളവനാണെന്ന് പറയും. റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന സകല മനുഷ്യരുടെ അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടു വരുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാവുന്നവർക്ക് വെളിവായിരിക്കുന്നു, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അത് ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്ന ദൈവിക പ്രമാണങ്ങളും ദൈവത്തിൻ്റെ നിത്യശക്തിയും ദിവ്യത്വവും എല്ലാം അവർക്ക് പ്രതിവാദമില്ലാതെ ഇരിക്കേണ്ടതിന് ഇതെല്ലാം ആയിരിക്കുന്നിട്ടും മനുഷ്യന് നരകം അന്വേഷിച്ച് നടക്കുകയാണ്. ആ ഒരു സ്റ്റേജിലേക്കാണ്. നരകം അന്വേഷിച്ച് നടക്കുക എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, അനീതി പ്രവർത്തിക്കുന്നതിനും അല്ലെങ്കിൽ സത്യത്തെ തടുക്കുക. സത്യത്തെ തടുക്കുക എന്ന് പറഞ്ഞാൽ പൈശാചിക പ്രവൃത്തിയാണത്. സത്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് കള്ളം ചെയ്യാൻ വേണ്ടി ആ സത്യത്തെ ഭോഷ്കായി മാറ്റിക്കളയുക. ഒരു സത്യം അറിഞ്ഞിട്ടും അതിന് എതിരായിട്ട് നമ്മൾ പ്രവർത്തിക്കുക. ദൈവത്തിൻ്റെ വചനം സത്യമായിട്ടുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. ദൈവം സത്യമാണ്, ദൈവം സ്നേഹമാണ് എന്നൊക്കെ നമുക്ക് എഴുതി കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് മനുഷ്യർ ആ സത്യത്തെ അനീതി കൊണ്ട് തടുക്കുകയാണ്. ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും? നീതിയുള്ള ദൈവമാണെങ്കിൽ ദൈവം അവരെ നരകത്തിലേക്ക് ഇടും. വേറെ മാർഗമൊന്നും ദൈവത്തിനില്ല. വെളിപ്പാട് പുസ്തകം 20-ന്റെ 14-ാം മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു, ഈ തീപ്പൊയ്ക 2ാമത്തെ മരണം എന്ന് എഴുതിയിട്ടുണ്ട്. അന്ത്യന്യായവിധിക്ക് ശേഷം ജീവൻ്റെ പുസ്തകത്തിൽ പേരില്ലാത്തവരെയെല്ലാം തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അവിടെ പ്രവൃത്തി അനുസരിച്ച് ഉള്ള ഒരു വിധി ആണ് അവർക്ക് കൊടുക്കുന്നത്. അന്നേരം എന്താ സംഭവിക്കുന്നത്? മാനവജാതിയുടെ ശത്രുവായ മരണത്തെ പാതാളത്തിലേക്ക് തള്ളിയിടും. പാപത്തിൻ്റെ ഉറവിടമായ പിശാച്, പാപം ചെയ്ത ദൂതന്മാർ, ഇവരെല്ലാം ആ സമയത്ത് അൾട്ടിമേറ്റ്ലി പാതാളത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക് തള്ളിയിടുന്നതായിട്ട് കാണുന്നു. യൂദയുടെ ലേഖനം 6-ാം അധ്യായത്തിൽ പാപം ചെയ്ത ദൂതന്മാരെ എന്ന് പറഞ്ഞ് അവിടെ എഴുതിയിട്ടുണ്ട്. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിൻ്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇതേ കാര്യം തന്നെ 2 പത്രോസ് 2-4 എഴുതിയിട്ടുണ്ട്: പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്തതമസിൻ്റെ ചങ്ങലയിട്ട് നരകത്തിൻ്റെ ന്യായവിധിക്കായി കാൽപ്പാൻ ഏൽപ്പിക്കുകയും. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നൊക്കെ കാണുന്ന കാര്യം എന്ന് വെച്ചാൽ, നരകയോഗ്യരായിരിക്കുന്നവർ എന്ന് പറയുന്നത് പിശാചും അവൻ്റെ ദൂതന്മാരുമാണ്. പിന്നെ എങ്ങനെ ഈ മനുഷ്യനിലേക്ക് പോകുന്നു എന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് മനുഷ്യൻ അങ്ങോട്ട് പോകുന്നത്? അവൻ ദൈവത്തെ സ്നേഹിക്കുന്നതിനൊക്കെ ഉപരിയായിട്ട് ഈ ലോകത്തെയും പാപത്തെയും അനീതിയെ സ്നേഹിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ നീതി പ്രവർത്തിക്കാൻ വേണ്ടി അവനെയും കൂടെ നരകത്തിലേക്ക് വിടേണ്ട ഒരു സ്റ്റേജിലേക്ക് വന്നു. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി മനുഷ്യന് തന്നെയാണ്. അവന് ദൈവത്തെ സ്വീകരിക്കാതെ അവൻ്റെ വഴിയിൽ ജീവിക്കുന്നതുകൊണ്ടാണ്. എൻ്റെ ഇന്നത്തെ സമയം ഇവിടെ തീർന്നു. നമുക്ക് നരകയോഗ്യർ ആരെല്ലാമാണെന്നുള്ളത് ഇനിയും നമുക്ക് ചിന്തിക്കാം. ഈ ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാം. നരകത്തെക്കുറിച്ചാണല്ലോ ചിന്തിക്കുന്നത്. എനിക്കൊരു നിങ്ങളോട് പറയാനായിട്ടുള്ളത്, ഇങ്ങനെ ഉള്ള ഒരു നരകം എന്ന് പറയുന്നത് ഒരു സത്യമാണ്. അത് ബൈബിളിലെ സ്ക്രിപ്ചറിൽ ഒരുപാട് എഴുതിയിട്ടുണ്ട് അതിനെക്കുറിച്ച്. യേശുക്രിസ്തു ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സത്യമാണ്, അല്ലാതെ കള്ളത്തരമൊന്നുമല്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ദൃഷ്ടിക്ക് ബിയോണ്ടായിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഇത് പലപ്പോഴും മനസ്സിലാവുന്നില്ല. ഇത് മാത്രമല്ല, ഈ നാളിലെല്ലാവരും പ്രീച്ച് ചെയ്യുന്നില്ല, അത് പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് തോന്നിയ പോലെ ഇങ്ങനെ പോവും, ഈ ലോകത്തിൽ ഞാൻ നന്നായി ജീവിക്കണം എന്നൊക്കെയുള്ള ഒരു ചിന്തയിൽ മാത്രം പോയാൽ, ദൈവം കാണിച്ചു തന്ന വഴി നമ്മൾ ഉപേക്ഷിച്ചിട്ട് പോയാൽ പലപ്പോഴും നമ്മൾ നരകയോഗ്യരായി തീരും. അതിനാൽ ഈ കർത്താവിൻ്റെ വഴികൾ ജീവിക്കുകയും അത് തിരഞ്ഞെടുക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ എൻ്റെ കേൾവിക്കാരോട് വിനയപൂർവ്വം ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. നമ്മൾ ഇത് പ്രാർത്ഥിക്കുക.
തുടർന്ന് നിങ്ങളിത് വാച്ച് ചെയ്യണം. എല്ലാ ദിവസവും ഉണ്ടല്ലോ, ഇത് വാച്ച് ചെയ്യണം. എന്തെങ്കിലും മിസ് ചെയ്ത് പോയെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള എപ്പിസോഡ് നിങ്ങൾ യൂട്യൂബ് ചാനലിൽ നിന്ന് എടുത്ത് കാണുകയും ആ കണ്ടിന്യൂറ്റിയിൽ നിങ്ങളിത് നോട്ട് ചെയ്യുകയും ചെയ്യണം. ഇതിൻ്റെ വാക്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. കാരണം ഇത് നിങ്ങൾക്ക് പിന്നെയും പഠിക്കാനായിട്ടും ഒക്കെ സഹായിക്കും. നല്ലൊരു സ്റ്റഡി പോലെയാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കത് പ്രയോജനമായി തീരും എന്ന് ഞാൻ ആശിക്കട്ടെ. പ്രാർത്ഥിക്കാം. എന്നോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവമായ കർത്താവെ, ഈ ദിവസം നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങൾക്ക് നരകത്തെക്കുറിച്ച് ചിന്തിപ്പാനായിട്ടുള്ള കൃപ തന്നല്ലോ. നരകം കർത്താവെ ശപിക്കപ്പെട്ട ദൂതന്മാർക്കും പിശാചിനും വെച്ചിരിക്കുകയാണ്. പാപം ചെയ്ത ദൂതന്മാർ കർത്താവെ പാപത്തിൻ്റെ ഉറവിടമായ പിശാചിനും വെച്ചിരിക്കുന്ന ആ നരകത്തിലേക്ക് കർത്താവെ ഈ കേൾവിക്കാരെ ആരെയും നീ നടത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്നവരെ കർത്താവിൻ്റെ മഹത്വകരമായിട്ടുള്ള ആ വലിയ ആ വഴി മനസ്സിലാക്കുവാനും ആ ഇടുങ്ങിയ വാതിലിലൂടെ കടക്കുവാനും നീ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാശത്തിലേക്കുള്ള പാത വിശാലമാകുന്നു. അതുകൊണ്ട് കർത്താവെ, നാശത്തിലേക്കുള്ള പാത തിരഞ്ഞെടുക്കുന്നവരാണല്ലോ കൂടുതലും. അതുകൊണ്ട് നാശത്തിലേക്കുള്ള പാത തിരഞ്ഞെടുക്കാതെ ജീവങ്കിലേക്കുള്ള പാത തിരഞ്ഞെടുക്കുവാനായി കർത്താവെ ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവരെ ഞങ്ങളെ ഈ തരണത്തിലെ പ്രത്യേകിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഏതുവരെയുള്ള രോഗമാണെങ്കിലും കർത്താവെ അതിൽ നിന്നൊക്കെ നീ വിടുവിക്കുന്ന ദൈവമായിട്ട് സ്തോത്രം ചെയ്യാൻ സ്തുതിക്കുന്നു. കർത്താവെ, ശരീരത്തിലെ വേദന അനുഭവിക്കുന്ന വ്യക്തികളെ ദൈവം കാണിച്ചു തരുന്നു. കർത്താവെ, പല ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടും വേദന ഒന്നും പോകാതിരിക്കുന്നതിൻ്റെ കാരണം പോലും കണ്ടുപിടിക്കാതിരിക്കുന്ന ചില വ്യക്തികളെ കാണിച്ചു തരുന്നു. ഇന്ന് വിശ്വാസത്തോടെ അവരെ പ്രാർത്ഥിക്കുമ്പോഴേ ആ വേദനകളെല്ലാം മാറ്റിക്കളയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചില ഞരമ്പുകളിലൊക്കെ രക്തയോട്ടം കുറഞ്ഞതാണോ എന്താണെന്ന് അറിയത്തില്ല. ചില ക്യാൻസറസ് ആയിട്ടുള്ള ഗ്രോത്ത് ആണോ വേദനയ്ക്ക് കാരണമെന്ന് അറിയത്തില്ല. ദൈവമേ, നീ അതെല്ലാം ക്ലിയറായിട്ട് കാണിച്ചു കൊടുക്കുകയും അതിനൊരു ഉത്തരം കൊടുക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ദിവസം വലിയൊരു വിടുതലിൻ്റെ ഒരു അനുഭവം അവരുടെ ജീവിതത്തിൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പേഴ്സണലായിട്ടുള്ള ആവശ്യങ്ങളിലൊക്കെ കർത്താവെ നീ കൂടെ ഇരിക്കണമേ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രയർ റിക്വസ്റ്റുകളും കർത്താവെ നീ ഉത്തരം കൊടുക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കർത്താവെ, പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. നിങ്ങൾ പ്രത്യേകിച്ച് അതിനകത്തുള്ള വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റും കമൻസും ഒക്കെ അറിയിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ചില ആളിലൊക്കെ ഇങ്ങനെ എന്നെ വിളിച്ചിട്ട് ചില പ്രയർ റിക്വസ്റ്റ് അയച്ചു തന്നതിന് അതിന് ആൻസർ, പ്രത്യേകിച്ച് ജോലി സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങളിലൊക്കെ ആൻസർ ദൈവം തന്നു എന്ന് പറഞ്ഞാൽ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും പോസിറ്റീവായിട്ട് ദൈവം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളോട് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഒക്കെയുള്ള സമയമാണ്, സാവകാശമാണ്. തീർച്ചയായും അതൊക്കെ നമ്മളെ അറിയിക്കുമല്ലോ. ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിചാരിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.